ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് കേട്ടോ. പെട്ടെന്നാണ് ഓരോ പൂതി അങ്ങോട്ട് വരിക. നമ്മൾ ഗർഭപൂതി എന്നൊക്കെ പറയില്ലേ, ഇത് തന്നെ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആണ് എനിക്ക് ആ ഒരു പൂതി വന്നത്. എന്ത്, പൊറോട്ട കഴിക്കാൻ പോയാലോ എന്ന്. അപ്പോൾ കല്യാണിയാണെങ്കിൽ ഇതിൻ്റെ അപ്പുറമാണ്. ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ഞാനാണോ ഗർഭിണി നീയാണോ ഗർഭിണി എന്ന്. വേറെ ഒന്നല്ല, ഓക്കും ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പൂതികളെ. പിന്നെ ഫുഡിനോടുള്ള ആക്രാന്തവും ഓർഡർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ എന്നെ അവളെയും ഒരു കയറ് കെട്ടാട്ടോ. കാരണം ഞങ്ങൾ രണ്ടാളും ഒന്നിനൊന്ന് മെച്ചാണ്. അല്ലൂട്ടനും തുമ്മമ്മയൊക്കെ റെഡിയായി നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹേസുവിനെ ഉറക്കി കിടത്തണം. കാരണം ഓളം നമുക്ക് ഇവിടെ വെച്ച് പോകണമെങ്കിൽ ഈ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓൾ അങ്ങനെ കുറച്ച് നേരം ഒന്നും നിന്നിരുമില്ല കേട്ടോ. ഞങ്ങളൊക്കെ കാര്യമായിട്ടുള്ള പരിപാടിയിലാണെങ്കിലും വേറൊരാൾ അവിടെ തകൃതിയായിട്ടുള്ള മേക്കപ്പിലാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞങ്ങൾ അച്ഛൻ തന്നെയാണോ പണിയെന്ന്. അച്ഛനൊരു ദിവസം 4 നേരം മേക്കപ്പ് ചെയ്തില്ല ഒരു സമാധാനം ഉണ്ടല്ലോ ഗൈസ്. കാരണം ആലയിൽ ഇങ്ങോട്ട് വന്നാലും അച്ഛൻ പൗഡർ ഇടും, ആലയിലേക്ക് പോകുന്നതിന് മുന്നേ പൗഡർ ഇടും. എന്തിനാണെന്നുള്ളത് അറിയില്ല, പക്ഷേ അച്ഛനൊരു സാറ്റിസ്ഫാക്ഷനാണ്. എന്നിട്ട് കുറേ പൗഡർ ഇട്ടിട്ടൊക്കെ തുടച്ച് കളയുകയും ചെയ്യും. ഞങ്ങൾ ചോദിക്കലുണ്ട് ഇത് എന്തിനപ്പം ഇത് പരിപാടി. അപ്പോൾ അച്ഛൻ കണ്ടിട്ടായിരുന്നു എന്തോ എന്നെ ട്രോള്. അപ്പോൾ ഇവള് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. എന്നാലും അച്ഛനൊരു സിമ്പിളൻ ചെക്കനല്ലേ, അതുകൊണ്ട് പിന്നെ അച്ഛനുണ്ടായാലും ആഗ്രഹങ്ങൾ. അച്ഛൻ അങ്ങ് ഒരുങ്ങിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഫ്രൂട്ട്സ് വാങ്ങാൻ പോകേണ്ടി കേട്ടോ. കാരണം ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ എവിടെയോ പാർട്ടിയിൽ നിന്ന് എന്തോ ഒരു കാര്യത്തിന് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ പോര് നമുക്ക് വേഗം ഫ്രൂട്ട്സ് വാങ്ങി വരാമെന്ന്. അങ്ങനെ ഞങ്ങളുടെ അച്ഛൻ്റെ പേര് അറിഞ്ഞിട്ടതാ, പാർത്ഥ സാരഥി. ഞങ്ങളുടെ സാരഥിയാണ് കേട്ടോ. ഞങ്ങൾക്ക് എവിടെ പോകാൻ അച്ഛനെ ആശ്രയമുള്ളൂ, കാരണം മക്കൾ രണ്ടാളും ഇവിടെ അല്ലല്ലോ. അങ്ങനെ ഞാനും അച്ഛനും കൂടെ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോയി. അല്ലൂട്ടൻ ചേച്ചി ഈശ്വര ഓനെ കൂട്ടാതെ പൊറോട്ട കഴിക്കാൻ പോവുകയാണോ എന്ന്. ഞാൻ ഓനെ പറഞ്ഞ് കൺവിൻസ് ചെയ്താണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. എല്ലാ ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. കഴിക്കാൻ പറ്റാത്ത ഫ്രൂട്ട്സിന് ഇടയ്ക്ക് വല്ലാത്തൊരു വലിവാണ് എനിക്ക്. കാരണം ഈ പൈനാപ്പിൾ, പപ്പായ ഇതൊക്കെ പക്ഷേ ഉണ്ടല്ലോ ശരിക്കും കഴിക്കുകയൊക്കെ ചെയ്യാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ. പക്ഷേ എനിക്ക് റിസ്ക് എടുക്കാൻ വല്ലാത്തൊരു പേടിയാണ്, അതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല കേട്ടോ. അങ്ങനെ എന്നെ വീട്ടിലാക്കി തന്ന അച്ഛൻ വീണ്ടും പോയി. അങ്ങനെ ഞാനും കല്യാണിയും അല്ലും തുമ്പിയും കൂടെ പോവുകയാണ്. ഞങ്ങൾ തൊട്ടപ്പുറത്താണ് പപ്പായ ഷോപ്പുള്ളത് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് പോണത്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇങ്ങനെ പോകാറുണ്ട്. കാരണം ഞങ്ങളെ വീട്ടിൽ ബീഫൊന്നും കയറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കണമെങ്കിൽ പുറത്ത് പോയി കഴിക്കുക എന്നുള്ളത് വേറൊരു വഴിയില്ല. കാരണം അങ്ങോട്ട് കയറ്റിൻ്റെ അമ്മ ഞങ്ങൾ ഓടിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻ്റാണ്. വീടിനടുത്ത് തന്നെയാണ്. ഞങ്ങൾക്ക് വളരെ വളരെ സുഖമാണ്. ഇവിടെ മെനു കാർഡ് നോക്കേണ്ടതോ അല്ലെങ്കിൽ അവർ വന്നിട്ട് വരിക്ക് ലിസ്റ്റ് പറയേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല. ഇവിടെ വരുന്നതിന് മുന്നേ ഞങ്ങൾ വിചാരിക്കും എന്താണ് കഴിക്കേണ്ടതെന്ന്. അതേ ഞങ്ങൾ അവിടുന്ന് കഴിക്കാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപാടും പൊറോട്ടയും അതുപോലെ ബീഫും ഒക്കെ പറഞ്ഞു. അവിടുത്തെ പൊറോട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര മൊരിന്നിരിക്കും. അങ്ങനെ തുമ്പമ്മ കാര്യമായിട്ട് ഇരിക്കുന്നുണ്ട്. തുമ്പി അല്ലൂക്ക് ഇരിക്കുന്നുണ്ടാ തോന്നുന്നു. അങ്ങോട്ട് മറിക്കുന്നു. പക്ഷേ സംഭവം അങ്ങനെയല്ല ഗൈസ്, കഴിക്കില്ല. അതുകൊണ്ട് ഒന്നിൻ്റെ പകുതി മുറിച്ചിട്ട് കൊടുത്താണ് 2 പേർക്കും. അല്ലൂട്ടൻ പിന്നെയും കഴിക്കുക, തുമ്പി പിന്നെയും കഴിക്കും. അല്ലൂട്ടനാണ് കേട്ടോ കുറച്ച് കഴിപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് പിന്നോട്ടുള്ളത്. ഞങ്ങളും ഈ കാര്യത്തിൽ കുറവൊന്നുമില്ല. കഴിക്കാനുള്ള ആക്രാന്തം മാത്രമേ ഉണ്ടാവുള്ളൂ. കുറേ ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്തായാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. അങ്ങനെ എൻ്റെ ഗർഭപൂതിയും കല്യാണിൻ്റെ ഗർഭമില്ലാത്ത പൂതിയും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.